നമസ്കാരം. ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണിത്. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും ഭരണപരമായ നിശ്ചലാവസ്ഥയ്ക്കും വിരാമം കുറിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരി അധികാരമേൽക്കുന്നത് ബീഹാറിന്റെ ഭാവിയിൽ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഒരു പുതിയ ഭരണ സംവിധാനത്തിന്റെ ഉദയം മാത്രമല്ല, മറിച്ച് ബീഹാറിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള ബി.ജെ.പിയുടെ ശക്തമായ ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനം കൂടിയാണിത്. 2 പതിറ്റാണ്ടിലേറെയായി തുടർന്നു വന്ന രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് മാറി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന കേന്ദ്രീകൃതമായ ഭരണത്തിലേക്ക് സംസ്ഥാനം ചുവടുവെക്കുമ്പോൾ അത് ബീഹാറിലെ ജനങ്ങൾക്ക് നൽകുന്നത് ഏറെക്കാലമായി കാത്തിരുന്ന ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ഈ പുതിയ ഗവൺമെൻറ് വെറും രാഷ്ട്രീയ അധികാര കൈമാറ്റമല്ല, മറിച്ച് ബീഹാറിൻ്റെ സാമ്പത്തിക പുനരുജ്ജീവനത്തിനുള്ള തുടക്കമാണ്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഡബിൾ എഞ്ചിൻ വികസനം നടപ്പിലാക്കാനുള്ള തീരുമാനം സംസ്ഥാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ ബീഹാറിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യവസായവൽക്കരണത്തിനും മുൻഗണന നൽകുവാൻ പുതിയ സർക്കാരിന് സാധിക്കും. ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കുടിയേറ്റം കുറയ്ക്കുവാനും സംസ്ഥാനത്തെ വ്യാവസായിക ഭൂപടത്തിൽ മുൻനിരയിൽ എത്തിക്കാനും ബി.ജെ.പിയുടെ ഈ ഭരണശൈലിക്ക് കഴിയും എന്നത് തീർച്ചയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനൊപ്പം ആ സൗകര്യങ്ങളെ എങ്ങനെ സാമ്പത്തിക വളർച്ചയുടെ ഉപാധികളാക്കി മാറ്റാം എന്നതിലാണ് ബി.ജെ.പി ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമ്രാട്ട് ചൗധരിയുടെ നേതൃത്വം എന്നത് ബീഹാറിൻ്റെ സാമൂഹിക സമവാക്യങ്ങളെ കൂട്ടിയിണക്കി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ്. ജാതി രാഷ്ട്രീയത്തിനുമപ്പുറം വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ബി.ജെ.പിയുടെ നയം ബീഹാറിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണകരമാകും. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന തത്വം ഇവിടെ നടപ്പിലാക്കാൻ സാമ്രാട്ട് ചൗധരിക്ക് സാധിക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിത് വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി ബി.ജെ.പി സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ബീഹാറിൻ്റെ സാമൂഹിക ഘടനയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ആഭ്യന്തരമായ ഭിന്നതകൾ അവസാനിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുവാൻ ബി.ജെ.പി നേതൃത്വം ബീഹാറിനെ പ്രാപ്തമാക്കുന്നു. ഭരണപരമായ കാര്യക്ഷമതയും നിയമവാഴ്ചയും ഉറപ്പുവരുത്തുക എന്നതാണ് ബി.ജെ.പി സർക്കാരിൻ്റെ മറ്റൊരു മുൻഗണന. ക്രമസമാധാന പരിപാലനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുവാൻ പുതിയ സർക്കാരിന് സാധിക്കും. ഇത് സംസ്ഥാനത്തേക്ക് വലിയ തോതിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും അതുവഴി കൂടുതൽ വ്യവസായങ്ങൾ തുടങ്ങുവാനും സഹായിക്കും. പതിറ്റാണ്ടുകളായി ബീഹാറിനെ വേട്ടയാടിയിരുന്ന മാഫിയ ഭരണത്തിൽ നിന്നും നിരുത്തരവാദപരമായ ഭരണശൈലിയിൽ നിന്നും മോചിപ്പിക്കുവാൻ ബി.ജെ.പിയുടെ അച്ചടക്കമുള്ള ഭരണരീതിക്ക് സാധിക്കും. സർക്കാർ പദ്ധതികളിലെ അഴിമതികൾ തുടച്ചു നീക്കാനും ജനങ്ങൾക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിക്കുവാനും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബി.ജെ.പി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ബീഹാറിൻ്റെ ഭരണചക്രത്തെ കൂടുതൽ വേഗത്തിലാക്കും. ചുരുക്കത്തിൽ ബീഹാർ ഇപ്പോൾ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും ബി.ജെ.പിയുടെ ഇച്ഛാശക്തിയും സാമ്രാട്ട് ചൗധരിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വവും ബീഹാറിനെ ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അടിസ്ഥാന സൗകര്യ വികസനവും തൊഴിലവസരങ്ങളും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ബീഹാറിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ബി.ജെ.പി സഞ്ചരിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനും ബീഹാറിൻ്റെ യശസ് ഉയർത്തുവാനും ബി.ജെ.പിക്ക് കഴിയുമെന്നത് ഉറപ്പായ കാര്യമാണ്. ആത്മവിശ്വാസത്തോടെയും അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെയും ബി.ജെ.പി നയിക്കുന്ന ഈ പുതിയ ബീഹാർ മാതൃക രാജ്യത്തെ മറ്റ് പിന്നോക്ക സംസ്ഥാനങ്ങൾക്കും ഒരു വഴികാട്ടിയായി മാറുമെന്നതിൽ സംശയമില്ല. ഈ മാറ്റം കേവലം ഭരണമാറ്റമല്ല, മറിച്ച് ബീഹാർ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. സാമ്രാട്ട് ചൗധരിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ മാറ്റം കേവലം ഭരണപരമായ ഒരു നടപടി മാത്രമല്ല, മറിച്ച് ബീഹാറിലെ പ്രതിപക്ഷ കക്ഷികൾക്കും പ്രത്യേകിച്ച് ആർ.ജെ.ഡി നേതാവ് തേജസ്വി യാദവിനും ഇന്ത്യ മുന്നണിക്കും നൽകിയ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ്. വർഷങ്ങളായി ബി.ജെ.പിയെ തടയുക എന്ന ഒരൊറ്റ അജണ്ടയിൽ മാത്രം ഊന്നിയുള്ള പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾ ഇപ്പോൾ സ്വന്തം അടിത്തറ തന്നെ ഇളകിയ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ അധികാര കൈമാറ്റം അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചിരിക്കുകയാണ്. നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പ്രതിപക്ഷം ഇപ്പോൾ നേതാവില്ലാത്ത സൈന്യത്തെ പോലെയാണ്. ബി.ജെ.പി ഒരു ബിഗ് ബ്രദർ റോളിൽ ബീഹാറിൽ ശക്തിപ്പെട്ടതോടെ പ്രതിപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കുകൾക്ക് പോലും വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു. പരസ്പര വിരുദ്ധമായ ആശയങ്ങളും അധികാര കൊതിയും മാത്രം കൈമുതലായുള്ള ഇന്ത്യ മുന്നണിക്ക് ബി.ജെ.പിയുടെ ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ വികസന അജണ്ടയെ നേരിടാൻ യാതൊരു ആയുധവുമില്ല എന്നതാണ് സത്യം. മോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്രം നൽകുന്ന പിന്തുണയും സാമ്രാട്ട് ചൗധരിയുടെ കർമ്മശേഷിയും ചേരുമ്പോൾ ബീഹാറിൽ പ്രതിപക്ഷത്തിന് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാകും എന്ന പ്രതീതിയാണ് ജനങ്ങൾക്കിടയിലുള്ളത്. തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത പ്രതിസന്ധികളുടെ കാലമാണ്. യുവാക്കളെ ആകർഷിക്കാൻ എന്ന പേരിൽ അദ്ദേഹം മുന്നോട്ട് വച്ച തൊഴിൽ എന്ന മുദ്രാവാക്യം
കേവലം ഒരു താൽക്കാലിക തട്ടിപ്പായിരുന്നുവെന്ന് ബീഹാറിലെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് വെറും പ്രസംഗങ്ങളിലൂടെയല്ല, മറിച്ച് വ്യവസായവൽക്കരണത്തിലൂടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയുമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് BJP തെളിയിച്ചു കഴിഞ്ഞു. പാരമ്പര്യമായി കിട്ടിയ രാഷ്ട്രീയ മേൽവിലാസം ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാമെന്ന് കരുതിയ തേജസ്വി യാദവിനും RJDക്കും BJPയുടെ സംഘടനാപരമായ കരുത്തിനെയും സാമ്രാട് ചൗധരിയുടെ OBC നേതൃത്വത്തെയും നേരിടാൻ സാധിക്കുന്നില്ല. ജാതി സമവാക്യങ്ങളിൽ മാത്രം കളിച്ച് കാലം കഴിച്ച RJDക്ക് വികസനത്തെയും സാമൂഹിക നീതിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന BJPയുടെ പുതിയ തന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. BJP ഇപ്പോൾ ബീഹാറിൽ നടത്തിയിരിക്കുന്ന ജാതി വികസന സന്തുലിതാവസ്ഥ അതിവിദഗ്ധമാണ്. സാമ്രാട് ചൗധരിയെ പോലെയുള്ള കുശ്വാഹ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ BJP പാളയത്തിൽ പൂർണ്ണമായി അണിനിരത്തുവാൻ BJPക്ക് സാധിച്ചു. ബീഹാറിലെ സാമൂഹിക ഘടനയിൽ നിർണായകമായ EBC ദളിത് വിഭാഗങ്ങളെ BJP തങ്ങളുടെ വികസന അജണ്ടയുടെ ഭാഗമാക്കിയപ്പോൾ പഴയ യാദവ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് നഷ്ടപ്പെട്ടത്. ബീഹാറിലെ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്, അല്ലാതെ വംശീയമായ ആധിപത്യമോ കാലഹരണപ്പെട്ട കുടുംബ രാഷ്ട്രീയമോ അല്ല. ഈ സത്യം മനസ്സിലാക്കാതെ ഇപ്പോഴും പഴയ തന്ത്രങ്ങളിൽ തന്നെ പിടിച്ചു തൂങ്ങുന്ന തേജസ്വി യാദവിനും കൂട്ടർക്കും വരും തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയം തന്നെയായിരിക്കും ലഭിക്കുക. ചുരുക്കത്തിൽ BJPയുടെ ഈ കടുത്തുറ്റ തിരിച്ചുവരവ് ബീഹാറിലെ പ്രതിപക്ഷത്തിന് തീരാ നഷ്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. അധികാരത്തിൽ നിന്ന് പുറത്തായതോടെ വിഭജിക്കപ്പെട്ടും പരസ്പരം പഴിചാരിയും ഇന്ത്യ മുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ബീഹാറിനെ ജംഗിൾ രാജിൽ നിന്ന് വികസനത്തിലേക്ക് നയിക്കുവാൻ BJPക്ക് സാധിക്കുമെന്ന ജനങ്ങളുടെ വിശ്വാസം പ്രതിപക്ഷത്തിൻ്റെ എല്ലാ കുപ്രചാരണങ്ങളെയും തകർത്തു കളഞ്ഞു. അധികാരം കിട്ടാൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിക്ക് ബീഹാർ വിട നൽകിയിരിക്കുന്നു. സാമ്രാട് ചൗധരിയുടെ നേതൃത്വത്തിൽ ബീഹാർ പുരോഗതിയുടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെയും തേജസ്വി യാദവിൻ്റെയും രാഷ്ട്രീയ ഭാവി കൂടുതൽ അവ്യക്തവും ഇരുളടഞ്ഞതുമായി മാറും എന്നതിൽ സംശയമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയമിടിപ്പാണ് ബീഹാർ. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതിൽ എന്നും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ബീഹാറിൽ സംഭവിക്കുന്ന അധികാര കൈമാറ്റം കേവലം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ നടപടി എന്നതിലുപരി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ പോകുന്നതാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ സാമ്രാട് ചൗധരിയുടെ കീഴിൽ അധികാരമേറ്റതോടെ രാജ്യം ഉറ്റുനോക്കുന്നത് 2029 പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പുതിയ മുന്നൊരുക്കമായിട്ടാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ ആധിപത്യം കൂടുതൽ സുദൃഢമാക്കാനും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ വേഗത്തിലാക്കാനും ബീഹാറിലെ ഈ രാഷ്ട്രീയ മാറ്റം വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ സംശയമില്ല. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ് ബീഹാറിൽ കാണുന്നത്. BJPയെ തടയുക എന്നൊരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒത്തുചേർന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആശയപരമായ പാപ്പരത്തമാണ് ബീഹാറിലെ തകർച്ചയിലൂടെ പുറത്തു വരുന്നത്. ദേശീയ തലത്തിൽ ഒറ്റക്കെട്ടാണെന്ന് അവകാശപ്പെടുമ്പോഴും പ്രാദേശികമായി ഓരോ സംസ്ഥാനത്തും ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ജനങ്ങൾ തള്ളിക്കളയുകയാണ്. ബീഹാറിലെ ഈ അധികാര കൈമാറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ ആഴം വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികൾ സംസ്ഥാനങ്ങളിൽ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരിടമായി ബീഹാർ മാറുന്നതോടെ ഇന്ത്യയുടെ വികസന കുതിപ്പിൽ ബീഹാർ നിർണായകമായ ഒരു കണ്ണിയായി മാറും എന്നതിൽ സംശയമില്ല. സാമൂഹിക എഞ്ചിനീയറിംഗിൽ BJP പുലർത്തുന്ന മികവ് ബീഹാറിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജാതി രാഷ്ട്രീയം പയറ്റി അധികാരം പിടിക്കാമെന്ന് കരുതിയ പ്രതിപക്ഷത്തിന് ജാതി സമവാക്യങ്ങൾക്കുമപ്പുറം വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP മറുപടി നൽകുന്നു. പിന്നോക്ക വിഭാഗങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും ഒപ്പം നിർത്തുന്ന BJPയുടെ ഈ രീതി ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ജാതി വർഗ രാഷ്ട്രീയത്തിന് വലിയൊരു തിരിച്ചടിയാണ്. രാജ്യം മുഴുവൻ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയെ സ്വീകരിക്കുമ്പോൾ ബീഹാറിലെ ഈ മാറ്റം അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. BJPയുടെ ഈ വിജയ ഫോർമുല വരും കാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകും. കൂടാതെ പാകിസ്ഥാൻ ചൈന അതിർത്തികളിലെ സുരക്ഷ മുതൽ ആഭ്യന്തര ഭദ്രത വഴി നീളുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകൾക്ക് ബീഹാറിൻ്റെ പൂർണ്ണ പിന്തുണ ഇനിയും ലഭിക്കും. തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ രാജ്യ താൽപ്പര്യത്തിന് മുൻഗണന നൽകുന്ന സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ മാത്രമേ ദേശീയ സുരക്ഷാ നയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. BJPയുടെ ഈ ഭരണം ബീഹാറിനെ ഒരു മാതൃകാ സംസ്ഥാനമാക്കി മാറ്റുമ്പോൾ അത് മറ്റ് പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും ഒരു പാഠമാകും. വികസനമില്ലാത്ത രാഷ്ട്രീയ അനിശ്ചിതത്വം നിറഞ്ഞ ഭരണകൂടങ്ങളെ ജനം കൈയൊഴിയുമെന്ന വ്യക്തമായ സന്ദേശമാണ് ബീഹാറിലെ ഈ മാറ്റം രാജ്യത്തിന് നൽകുന്നത്. ചുരുക്കത്തിൽ ബീഹാറിലെ ഈ രാഷ്ട്രീയ മാറ്റം BJPയുടെ ദേശീയമായ കുതിപ്പിന് വലിയ ആക്കം നൽകും. ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ തകർച്ചയും BJPയുടെ വികസന കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയും ഒരേ സമയം ബീഹാറിൽ ദൃശ്യമാണ്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിക്കാൻ കഴിയുന്ന സുസ്ഥിരമായ ഒരു ഭരണകൂടമാണ് BJP അവിടെ ഒരുക്കുന്നത്. 2029 BJPയുടെ ജൈത്രയാത്രയിൽ ബീഹാർ ഒരു വലിയ കരുത്തായി മാറുമെന്നും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന സന്ദേശം ഇന്ത്യയുടെ മുക്കും മൂലയിലും എത്തുന്നതിന് ഈ രാഷ്ട്രീയ ചുവടുവയ്പ് സഹായിക്കുമെന്നും ഉറപ്പിച്ചു പറയാം. രാഷ്ട്രീയമായി അസ്ഥിരമായിരുന്ന ബീഹാറിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ട് BJP ദേശീയ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ അധികാരം കൂടുതൽ സുദൃഢമാക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.